മുഖത്തേക്ക് ശക്തമായി പതിഞ്ഞ വെള്ളത്തുള്ളികളാണ് അവനെ സ്വബോധത്തിലേക്ക് കൊണ്ടുവന്നത്. കണ്ണുകൾ വലിച്ചു തുറന്ന മുന്നിലേക്ക് അവൻ്റെ നോട്ടമെത്തി. ഞാനിതെവിടെയാണ്? ഒന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചതും ഒന്ന് അനങ്ങാൻ പോലും സാധിക്കാത്ത വിധം തന്നെ ആരോ ബന്ധിച്ചിരിക്കുകയാണെന്ന് കണ്ടതും അവനിൽ ദേഷ്യം നിറഞ്ഞു. ആരാടാ? ധൈര്യമുണ്ടെങ്കിൽ ആണുങ്ങളെപ്പോലെ നേരിട്ട് വാടാ. ദീപുവിൻ്റെ അലർച്ചയിൽ വാതിൽക്കൽ ഒരു നിഴൽ രൂപം തെളിഞ്ഞു വന്നു. അവിടെ തന്നെ മറഞ്ഞു നിൽക്കാതെ മുന്നിലേക്ക് വന്ന് നിൽക്കടാ. പറയുന്നതിനൊപ്പം കയ്യിലെ കെട്ടഴിക്കാൻ പറ്റുമോയെന്ന് നോക്കുന്നുണ്ട്. അകത്തേക്ക് കയറി വരുന്ന ആളെ മുഖമുയർത്തി നോക്കിയതും ഞൊടിയിടയിൽ അവൻ്റെ മുഖത്തൊരു ഞെട്ടലും പേടിയും നിറഞ്ഞു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാളെ കണ്ടതിൻ്റെ ഷോക്കിൽ അവനാകെ മരവിച്ച അവസ്ഥയിലായിരുന്നു. അടുത്തേക്ക് വരുന്നവൻ്റെ കാലടികൾ. ഈ വരവ് ഒരിക്കലും അത്ര നല്ലതിനാവില്ല. കൂടുതൽ ആലോചിക്കേണ്ടി വന്നില്ല ദീപുവിന്. ഭദ്ര, ഈ വരവ് പ്രതീക്ഷിച്ചതാണെങ്കിലും ഇങ്ങനെ ഒരു കണ്ടുമുട്ടലാകുമെന്ന് കരുതിയില്ല. അത്രയ്ക്ക് പ്രിയപ്പെട്ടവളാണോ ആ പെണ്ണിവന്? എന്താ ദീപു, എന്നെ നീ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ? എനിക്കറിയാം. ഞാനും ആഗ്രഹിച്ചതല്ല, അതും കുടുംബത്തിൽ തന്നെയുള്ള ഒരുത്തനെ ഇങ്ങനെ. എന്തു ചെയ്യാനാ, നീയൊക്കെ എന്നെക്കൊണ്ട് ചെയ്യിക്കുമല്ലേ ഓരോന്ന്. അത്രയും നേരം സൗമ്യതയിലായിരുന്ന അവൻ്റെ ശബ്ദത്തിൻ്റെ ശൈലി മാറി. എന്താ ശിവ, എന്താ ഇതൊക്കെ? എന്തിനാ നീ എന്നെ കെട്ടിയിട്ടേക്കുന്നേ? ശിവൻ്റെ വലതുകരം അവൻ്റെ കവളിൽ ശക്തമായി പതിഞ്ഞു. നിന്നെ ഞാൻ എന്തിനാ ഇവിടെ കൊണ്ടുവന്നത് നിനക്കറിയില്ല അല്ലേടാ? ദീപുവിൻ്റെ മുടിയിൽ പിടിച്ചു വലിച്ച് തനിക്ക് അഭിമുഖമായി അവൻ വെച്ചു. ശിവൻ്റെ അടിയിൽ ദീപുവിൻ്റെ ചുണ്ട് സൈഡ് പൊട്ടി ചോര വരുന്നുണ്ട്. ശിവൻ്റെ മുഖം കണ്ട് ദീപുവിന് പേടി തോന്നി. അത്രത്തോളം ഭീകരമായിരുന്നു അവൻ്റെ ഇപ്പോഴത്തെ ഭാവം. ശിവ, എന്നെ ഒന്നും ചെയ്യില്ലേ ഞാൻ? ശിവൻ ആരാണെന്ന് ഒരു പരിധിവരെ ദീപുവിനറിയാം. എങ്കിലും അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് കരുതിയുമില്ല. എന്താടാ, നിനക്കിപ്പോൾ എന്നെ കണ്ടിട്ട് പേടി തോന്നുന്നുണ്ടോ? എൻ്റെ ഫ്ലാറ്റിൽ കയറി എൻ്റെ ഭാര്യയെ നോവിച്ചപ്പോൾ നിനക്ക് ഈ പേടിയില്ലായിരുന്നോ? എൻ്റെ മുഖം നീ മറന്നു പോയോ? പറയട നായേ. ശിവൻ്റെ ചുമന്ന കണ്ണുകളിൽ തനിക്ക് മേലേക്ക് തീ പാറും പോലെയാണ് അവൻ്റെ വാക്കുകൾ അവൻ അനുഭവപ്പെട്ടത്. വാ തുറന്ന് പറയടാ. ദീപുവിൻ്റെ മുടിയിൽ നിന്ന് പിടിവിട്ട് കവളിൽ കുത്തിപ്പിടിച്ചു. അത് ധന്യ വന്ന് നിൻ്റെ ഫ്ലാറ്റിലൊരു പെണ്ണിനെ കണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൾ നിൻ്റെ ഭാര്യയാണെന്ന് നീ അവളോട് പറഞ്ഞതൊക്കെ എന്നോട് വന്ന് അവൾ പറഞ്ഞു കരഞ്ഞു. എൻ്റെ പെങ്ങളല്ലേ, അവളും നീയും തമ്മിലുള്ള വിവാഹം നേരത്തെ. ആരാടാ പറഞ്ഞത്? ഞാനാണോ? ദീപുവിനെ പറയാൻ സമ്മതിക്കാതെ ശിവൻ ഇടയ്ക്ക് കയറി പറഞ്ഞു. ശിവ, നിനക്കറിയാലോ രണ്ട് വീട്ടുകാരും തമ്മിൽ അത് ഉറപ്പിച്ചതാണെന്ന്. അതിലവൾ എത്രമാത്രം പ്രതീക്ഷ വയ്ക്കുന്നുവെന്ന്. എല്ലാം ഒരു നിമിഷം തകർന്നെന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അവളെ ഒന്ന് കാണാൻ വന്നതാ. അവിടെ വെച്ച് ഞങ്ങളല്ല അവളുടെ കൂടെ ഒരുത്തനുണ്ടായിരുന്നില്ലേ, അവൻ കയറി ഉടക്കിയത് കൊണ്ടാ. അതിനിടയ്ക്ക് കയറി വീണതാ, അല്ലാതെ ഞാനൊന്നും ചെയ്തതല്ല. അത്രയേ ഉള്ളല്ലേ, അല്ലാതെ അവളെ ഭീഷണിപ്പെടുത്തി പോയതല്ല നീയൊന്നും. അവിടെ വെച്ച് അവനെ കണ്ടതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ നീയൊക്കെ എന്തേലുമൊക്കെ ചെയ്ത് തിരിച്ചു പോയേനെ. ശിവൻ്റെ മുഖത്ത് നോക്കി അതിന് മറുപടി പറയാൻ ദീപുവിൻ്റെ നാക്കുയർന്നില്ല. സത്യമാണ്, അവിടെ വെച്ച് അവൻ കയറി ഇടപെട്ടത് കൊണ്ടാ. അല്ല എങ്കിൽ അവളെ തന്നെ എന്തേലും ചെയ്തേനെ. ഈ നാട് വിട്ട് തന്നെ പോകാനുള്ള പണി കൊടുത്തേനെ. നീയൊക്കെ പറയാതെ തന്നെ എനിക്കറിയാം നിൻ്റെയൊക്കെ മനസ്സിൽ എന്താണെന്ന്. പക്ഷേ എതിരെ നിൽക്കുന്നത് ഞാനാണെന്ന് ഓർത്തില്ല നീയും നിൻ്റെ പെങ്ങളും. അതോ എന്നെ എതിർക്കാനുള്ള ധൈര്യമൊക്കെ ആയോ രണ്ടിനും? പ്ലീസ് ശിവ, ഞാൻ പറഞ്ഞല്ലേ നിന്നോട് കാര്യങ്ങൾ. ഞാൻ മനഃപൂർവ്വമല്ല, എല്ലാം നിന്നോട് തുറന്നു പറയാൻ തന്നെ ഇരിക്കുമായിരുന്നു. എന്നിട്ട് പറഞ്ഞോ? നീയായി ചോദിക്കട്ടെ എന്ന് കരുതി. അവനിലൊരു പുച്ഛം നിറഞ്ഞു. നടന്നതൊക്കെ നടന്നു, പക്ഷേ അങ്ങനെ അത്ര വേഗം ക്ഷമിച്ചു കളയാൻ പറ്റുമോ എനിക്ക്? ഇതിനുള്ള ശിക്ഷ തരാതെ നിന്നെയൊക്കെ വെറുതെ വിട്ടാൽ ഞാൻ വെറും ഓക്കനായി പോകും. എൻ്റെ ഭാര്യയ്ക്ക് പോലും എന്നിലുള്ള വിശ്വാസമില്ലാതാകും. ശിവ, ദീപു അല്പം ഭയത്തോടെ വിളിച്ചു. അവൻ വിളിച്ചു തീരും മുന്നേ ശിവൻ അവൻ്റെ കൈ കെട്ടിയത് അതൊക്കെ അഴിച്ചു. അവൻ അഴിച്ചു വിടുവാനുള്ള സന്തോഷത്തിൽ ദീപുവിൻ്റെ മുഖമൊന്ന് തെളിഞ്ഞു. താങ്ക്സ് ഡാ. പറഞ്ഞിട്ടെഴുന്നേറ്റതും നിലത്തേക്ക് തെറിച്ചു പോകാൻ കുറച്ച് നിമിഷങ്ങൾ വേണ്ടി വന്നു ശിവൻ തന്നെ അടിക്കുവാണെന്ന് മനസ്സിലാക്കാൻ. ദീപുവിനൊന്ന് എതിർക്കാൻ കഴിയാത്ത വിധം അവനെ ലോക്കാക്കി വെച്ചിട്ടാണ് ശിവൻ തൻ്റെ ദേഷ്യം മുഴുവൻ അവനോട് തീർത്തത്. ദീപു വേണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും അവനതൊന്നും കേട്ടതായി പോലും ഭാവിക്കാതെ നിർത്താതെ അവനെ ഇടിച്ചു. ഇടികൊണ്ട് അവശനായി കിടക്കുന്നവൻ്റെ അടുത്തേ നിലത്തായി ഇരുന്നു ശിവൻ. ഇനി എൻ്റെ പെണ്ണിൻ്റെ നിഴൽവട്ടത്തെങ്കിലും ആങ്ങളെയോ പെങ്ങളെയോ കണ്ടാൽ. വിരൽ ചൂണ്ടി വാണിംഗ് കൊടുക്കും പോലെ പറഞ്ഞിട്ട് എഴുന്നേൽക്കുന്നവനെ ദീപു പേടിയോടെ നോക്കി. എത്രയും വേഗം ഇവിടെ നിന്ന് പോയാൽ മതിയെന്നേ അവനുണ്ടായിരുന്നുള്ളൂ. ഇല്ല, ഞാൻ ഒന്നിനും വരില്ലേനെ.
അങ്ങനെ പറയുമ്പോഴും ദീപുവിൻ്റെ മനസ്സിൽ ശിവനോടും ഇതിനൊക്കെ കാരണക്കാരിയായ ഭദ്രയോടും വല്ലാത്ത പക തോന്നി. ശരീരം വേദനിക്കുന്നതനുസരിച്ച് അവരെ കൊല്ലാനുള്ള കലിയോടെ എല്ലാം ഉള്ളിലൊതുക്കി. വരാതെ ഇരുന്നാൽ നിനക്കൊക്കെ കൊള്ളാം. ഇല്ല, നീ ഒന്ന് നേരെ നിൽക്കാൻ കുറച്ച് ദിവസമെടുക്കും. അല്ലേലും കറങ്ങി നടപ്പല്ലേ, ഇനി കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കുക. ഞാൻ നിൻ്റെ പെങ്ങളെ വിളിച്ച് പറഞ്ഞോളാം നിന്നെ എടുത്തുകൊണ്ട് പോകാൻ. ശിവൻ ഫോണെടുത്ത് പുറത്തേക്ക് പോകുന്ന കണ്ട് അവനിൽ വൈരാഗ്യം നിറഞ്ഞു. സ്ക്രീനിൽ തെളിഞ്ഞു കാണുന്ന നമ്പർ കണ്ട് ധന്യ കണ്ണ് തള്ളി. ശിവേട്ടനോ? അതും എൻ്റെ ഫോണിലേക്ക്? ഇതിപ്പം അവൾക്ക് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തോന്നി. ധന്യ കോൾ കട്ടാകും മുന്നേ വേഗത്തിൽ ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ചു. ഹലോ ശിവേട്ട, പറ. ചിരിയോടുള്ള അവളുടെ സംസാരം കേട്ടപ്പോൾ തന്നെ അവന് വിറഞ്ഞു കയറി. നിന്നോട് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. നിൻ്റെ ആങ്ങളയെന്ന് പറയുന്നവൻ ഇവിടെ ടൗണിനടുത്തുള്ള ഗോഡൗണിൽ കിടപ്പുണ്ട്. വീണയിൽ ഒരു ആംബുലൻസുമായി വന്ന് എടുത്തുകൊണ്ട് പോകാൻ നോക്കവനെ. അയ്യോ, ഏട്ടൻ എന്ത് പറ്റി? എന്താ പറ്റിയതെന്നൊക്കെ നീ നേരിട്ട് വന്ന് കണ്ട് ബോധ്യപ്പെടും. പിന്നെ ഒരു കാര്യം നിന്നോട് പ്രത്യേകം പറയുക, ഇനി എൻ്റെ പെണ്ണിൻ്റെ പിന്നാലെ നീയോ നിൻ്റെ ആങ്ങളയോ വന്നാൽ ഈ ശിവൻ ആരാണെന്ന് ശരിക്കും നീയൊക്കെ അറിയും. മറുപടി എന്തെങ്കിലും പറയും മുന്നേ ശിവൻ്റെ കോൾ കട്ടായിരുന്നു. എന്താണ് അവൻ പറഞ്ഞതെന്നൊക്കെ ആലോചിച്ച് നിൽക്കുന്നതിന് പകരം അവൾ പെട്ടെന്ന് തന്നെ കോളേജിൽ നിന്നിറങ്ങി. ധന്യ M.Com സ്റ്റുഡൻറ്റ് കൂടിയാണ്. കോളേജിലെ ബ്രേക്ക് ടൈമിലാണ് അവൻ്റെ കോൾ വരുന്നത്. ഒരു നിമിഷം പോലും കാത്തു നിൽക്കാതെ ധന്യ വണ്ടിയും എടുത്ത് പാഞ്ഞിരുന്നു. അവൾക്ക് ദീപുവിൻ്റെ കാര്യത്തിൽ എന്താണ് നടന്നതെന്ന് ഏകദേശം രൂപം കിട്ടിയിരുന്നു. ദൈവമേ, ഏട്ടൻ അപകടമൊന്നും പറ്റരുതേ. ഭദ്ര, അവളാണ് ഇതിനെല്ലാം കാരണം. വെറുതെ വിടില്ല നിന്നെ ഞങ്ങൾ. എൻ്റെ ശിവേട്ടൻ്റെ കൂടെ ഒരു ജീവിതം സ്വപ്നം കാണുന്ന നിന്നെ വെച്ചേക്കില്ല ഞാൻ. ഇതെല്ലാം ചേർത്ത് അനുഭവിപ്പിക്കും ഞാൻ. അവനെ തേടിയുള്ള യാത്രയിൽ ധന്യയുടെ മനസ്സിൽ അത് മാത്രമായിരുന്നു. ഇവിടെയൊക്കെ പകയിൽ വേദനിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുവാണെന്നുള്ള കാര്യം ഭദ്രയോട്ട് അറിഞ്ഞതുമില്ല. നിരപരാധിയായിട്ടും ശിവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതുകൊണ്ട് മാത്രം ഇതൊക്കെ അവൾക്ക് നേരിടേണ്ടി വരുന്നു. ആരുടെയൊക്കെ ശത്രുവായി മാറിയിരിക്കുന്നു. ആവി പറക്കുന്ന ചൂട് ചായ ഊതിക്കുടിക്കുവാണ് ഭദ്ര. തനിക്ക് ശിവൻ്റെ ഫ്ലാറ്റിലെ ഏറ്റവും പ്രിയപ്പെട്ട ഇടമായ അവളുടെ മുറിയിലെ ബാൽക്കണിയിലാണ് ഭദ്ര നിൽക്കുന്നത്. ഭദ്രയുടെ ഓർമ്മകൾ കുറച്ചു ദിവസം പിറകിലേക്ക് പോയി. 2 ദിവസം കഴിഞ്ഞ് ഫ്ലാറ്റിലേക്ക് പോകുവാന്ന് അവൻ പറയുമ്പോൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ വരെ തോന്നി. എത്രയും വേഗം അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും അത്രത്തോളം ടെൻഷനാണ് അനുഭവിക്കുന്നത്. പറഞ്ഞതുപോലെ തന്നെ 2 ദിവസം തട്ടിയും മുട്ടിയും വലിയ കുഴപ്പമില്ലാതെ എങ്ങനെയൊക്കെയോ പറഞ്ഞു വിട്ടു. അവൻ പറഞ്ഞതുപോലെ തിരികെ ഇങ്ങോട്ട് പോരുമ്പോൾ പോവാണെന്ന് പോലും ആരും അവിടെ ചോദിച്ചതുപോലുമില്ല. എത്രയും വേഗം ഒന്ന് പോയാൽ മതിയെന്നായിരുന്നു അവിടെയൊക്കെ മനസ്സിലെന്ന് തോന്നുന്നു. അങ്ങനെ കരുതി കാറിലേക്ക് കയറുമ്പോഴാണ് അച്ചമ്മ നിൽക്കുന്നത് കണ്ട് ചെറിയൊരു പുഞ്ചിരി അവരുടെ മുഖത്തുണ്ട്. ഇവിടെ വന്ന് അന്ന് കണ്ടതാണ് നേരെയൊന്ന്, പിന്നെ അങ്ങനെ കണ്ടിട്ട് പോലുമില്ല. അവിടെയുള്ള ആരും തന്നെ കാണാൻ ഇഷ്ടപ്പെടാത്തവരാണെന്ന് മനസ്സിലാക്കി തരും പോലെയായിരുന്നു തന്നെ കാണുമ്പോഴുള്ള എല്ലാവരുടെയും ഒളിച്ചുകളി. അഭിനയിക്കാൻ വന്നതായിട്ട് പോലും അത്തരം പെരുമാറ്റം അവളെ വല്ലാതെ നോവിച്ചു. പക്ഷേ ഇപ്പോൾ അച്ചമ്മയുടെ മുഖത്തെ പ്രസന്നത തന്നെ ധാരാളമായിരുന്നു മനസ്സൊന്ന് തണുക്കാൻ. തിരികെ ഒന്ന് പുഞ്ചിരിച്ച് യാത്ര പറയും പോലെ. ഇവിടെ വന്നിട്ടിപ്പോൾ 3 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ വന്നതിന് ശേഷം മാറ്റങ്ങൾ ഒന്നും തന്നെയില്ല. പോയപ്പോൾ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ തിരികെ വന്നപ്പോഴും. പിന്നെ ഒരു ചെറിയ മാറ്റം പോലെ തോന്നിയത് ശിവേട്ടനാണ്. ഇവിടുന്ന് പോയതിനേക്കാൾ സൗമ്യമായി സംസാരിക്കുന്നുണ്ട് ആളിപ്പോൾ. കാര്യങ്ങളൊക്കെ തുറന്നു പറയാനൊക്കെ ശ്രമിക്കുന്നുമുണ്ട്. അതുതന്നെ ധാരാളം. പക്ഷേ എന്നിരുന്നാലും അതോടൊപ്പം ശിവേട്ടൻ എന്തൊക്കെയോ തന്നിൽ നിന്ന് ഒളിക്കും പോലെ തോന്നൽ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. തന്നെ കാണുമ്പോൾ ഫോണിൽ സംസാരിക്കുവാണെങ്കിൽ പെട്ടെന്നത് കട്ടാക്കും. ഇവിടെ വന്ന തുടക്കത്തിൽ അങ്ങനെ കാണാത്തൊരു കാര്യമാണ് ഇപ്പോൾ കാണുന്നത്. ദിവസങ്ങൾ കഴിയുന്തോറും എന്തോ ഇങ്ങനെയൊക്കെ കാണുകയും അറിയുകയും ചെയ്യുമ്പോൾ മനസ്സിനൊരു സമാധാനക്കേട്. അതെന്തിനാണെന്ന് മാത്രം അറിയുന്നുമില്ല. വാടകയ്ക്ക് അഭിനയിക്കാൻ വന്നിട്ട് ഇപ്പോൾ വീട്ടുകാരിയാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഞാൻ? അതാണോ ശിവേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തൻ്റെ മനസ്സ് അസ്വസ്ഥമാകുന്നത്? ഉത്തരമില്ലാത്ത ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. അതും തന്നോട് തന്നെ സ്വയം ചോദിക്കുന്നത്. ഇന്ന് വരെ മനസ്സിലെ ചില ഉത്തരങ്ങൾ തെറ്റാണെന്ന് കരുതി വിടുമ്പോഴും അതേ തോന്നലുകൾ പലതും സത്യമാവുകയാണ്. എൻ്റെ മനസ്സിൽ ആദ്യമൊക്കെ വെറുപ്പോടെ മാറ്റി നിർത്തിയ എൻ്റെ ചിത്രത്തിന് മറ്റു ചില നിറങ്ങൾ എൻ്റെ ഹൃദയം കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇനി അങ്ങോട്ട് അതിൽ കൂടുതൽ വ്യക്തത വരിക തന്നെ ചെയ്യും. അവൾ മനസ്സിൽ പറഞ്ഞിട്ട്
വീടിനകത്തേക്ക് കയറി. കഥയൊക്കെ എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെന്ന് കരുതുന്നു. ലെങ്ത് കൂട്ടിയിടാത്തത് ഒട്ടും സമയമില്ലാഞ്ഞിട്ടാണ്. പറ്റുന്ന പോലെ ഡെയിലി പോസ്റ്റ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.